നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ മുഹൂർത്തം എല്ലാവർക്കും സ്വീകാര്യമാണോ, അല്ലെങ്കിൽ വേറെ നോക്കണം? ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അന്ന് വിവാഹം നടത്തുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾക്കും പ്രയാസമൊന്നുമില്ല. അങ്ങനെ തന്നെ നടത്താം അല്ലേ അച്ഛാ? അത് മതി. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ആശിച്ച പുരുഷൻ അഞ്ജിതയോടൊപ്പം ഇവിടെ കഴിയുമ്പോ ഞാനത് എങ്ങനെ സഹിക്കും? അതെനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് വിധിയാണ്. അതിന് നേരിട്ടേ മതിയാവൂ. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കഴിഞ്ഞതൊക്കെ ഒരു പാഠമാണെന്ന് ഓർത്ത് മോള് മാറണം. വേണ്ട, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. അമ്മ എന്നെ ഇവിടുന്ന് ദുബായിക്ക് കൊണ്ടുപോകോ ഇല്ലയോ? അത് പെട്ടെന്ന് അങ്ങനെ കയറി വരുവാന്നൊക്കെ പറഞ്ഞ വിസയും ടിക്കറ്റിനും ഒക്കെയുള്ള പണവും അല്ലെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടും അല്ല വേണ്ടത്. ഹലോ മോളെ ഗോപികെ, ഹലോ. ഗോപികെ, നീ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ വരുന്നില്ല. ഞാൻ എന്തിനാ വരുന്നേ? ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. നീ വിധിയെ തന്റെ അടുത്തോട് അഭിമുഖീകരിക്കണം. നോക്ക്, ഈ ദിവസങ്ങളും കടന്നു പോവും. ഇതൊന്നിന്റെ അവസാനം അല്ലാന്ന് ഓർക്കണം മോളെ. നീ ഞാൻ പറയുന്ന അനുസരിക്ക്. വേഗം റെഡിയാവ്. ചില ചേച്ചി പറയുന്ന മോള് കേൾക്കണം. യാമിനി, നീ വരുന്നില്ലേ? അവിടെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിക്കാൻ പോവാ. ജാനകി, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു, എന്നിട്ട് നീ എന്റെ വാക്കുകൾ കേൾക്കുന്നില്ലല്ലോ. പരസ്പരം സ്നേഹിക്കുന്ന ഋഷിയുടെയും ഗോപികയുടെയും മനസ്സ് നിങ്ങൾ എന്താ കാണാത്തത്? അവരുടെ സന്തോഷത്തിനെന്താ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാത്തത്? യാമിനി, വിദേശത്തേക്ക് പോയതോടെ നീ നമ്മുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മറന്നു കാണും. അതിനോടൊക്കെ നിനക്ക് അവഗണനയും പുച്ഛമായിരിക്കാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ആചാരങ്ങളെല്ലാം അണുവിട തെറ്റാതെ മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരാ. ശാസ്ത്രത്തെ മറന്ന് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. പൊരുത്തം ഋഷിയുടെ അഞ്ജിതയുടെയും ജാതകങ്ങൾ തമ്മിലാ. മാത്രമല്ല, അതിന് യാതൊരുവിധ ദോഷങ്ങളുമില്ല. അതുകൊണ്ട് നടക്കേണ്ടത് ഋഷിയുടെയും അഞ്ജിതയുടെയും കല്യാണോ, അത് നടക്കണം. നീ വന്നേ, വാ. വാ 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 സുരേജനെ, വരൂ. നമസ്കാരം. ഇരിക്കെ.
നമസ്കാരം. ഇരിക്കിരിക്കെ. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? സുഖായിരുന്നു. അല്ല ആരാ അത് മനസ്സിലായില്ലല്ലോ. ഇതെന്റെ കൂട്ടുകാരിയാ യാമിനി. ഓ, ചടങ്ങിന് വന്നതാണോ? ഏയ്, ഇവള് യുഎസിലാ താമസിക്കുന്നേ. ആള് സൈക്കോളജിസ്റ്റാ. ആ, ഇവിടെ ഒരു മീറ്റിംഗിന് വേണ്ടി വന്നതാ. കുറച്ചു ദിവസം ഇവിടെ കാണും. ഞാൻ സുലോചന. ഉം. ഇത് എന്റെ മോള് അഞ്ജിത. ഈ അഞ്ജിതയാ ഇവിടുത്തെ ഋഷിമോൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്റെ മോളായതുകൊണ്ട് പറയല്ല കേട്ടോ, അഞ്ജിത ബഹും ഇടിക്കാ. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവള് ഒറ്റയ്ക്ക് ചെയ്യും. വീട് അടിച്ചു വാരും, പാത്രം കഴുകും, തുണി അലക്കും, നല്ല ഒന്നാന്തരമായിട്ട് പാചകവും ചെയ്യും. കൈപ്പുണ്യ അപാര. എന്ത് ഭക്ഷണം വെച്ചാലും ഭയങ്കര സ്വാദാ. അമ്മയുടെ മോളുടെ ഉള്ളിലിരിപ്പ് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ മുഹൂർത്തം കുറിച്ചാലോ? ആയിക്കോട്ടെ. ജോത്സരെ, ചിങ്ങ 9 രാവിലെ 10-നും 10:30-ക്കും ഇടയ്ക്ക് ഒരു ശുഭമുഹൂർത്തമുണ്ട്. അതായത് ഈ മാസം 29-ന്. ഈ മുഹൂർത്തം എല്ലാവർക്കും സ്വീകാര്യമാണോ, അല്ലെങ്കിൽ വേറെ നോക്കണം? ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അന്ന് വിവാഹം നടത്തുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾക്കും പ്രയാസമൊന്നുമില്ല. അങ്ങനെ തന്നെ നടത്താം അല്ലേ അച്ഛാ? അത് മതി. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.